എല്ലാവർക്കും അക്കൂസ് ഇൻഫോ വേൾഡിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ പാർട്ട് 20. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്യുമെൻറ്റ് പ്രിൻറ്റിങ്ങിനെ കുറിച്ചാണ്. അതിൽ പേപ്പർ സെറ്റിങ്, പ്രിൻ്റ് ഓർഡർ എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ 1 സൈഡ് 2 സൈഡ് പ്രിൻറ്റിങ് എങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു ഷീറ്റിൽ എത്ര പേജ് വേണം എന്നെങ്ങനെ സെറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ പോവാം. ഫയലിൽ ഇവിടെ പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലൊരു സ്ക്രീൻ വരും. ഇവിടെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാനുള്ള സെറ്റിങ്സുകളൊക്കെ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രിവ്യൂ കാണിച്ചു തരും. ഇപ്പോൾ 2 പേജായിട്ടാണ് കാണിച്ചു തരുന്നത്. അത് ഒറ്റ പേജായിട്ട് കാണിക്കണമെങ്കിൽ നമ്മളിതിവിടെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സൂമിങ് കൂട്ടി കഴിഞ്ഞാൽ അത് ഒരു പേജായിട്ട് വരും. അത് വീണ്ടും സൂമിങ് കൂട്ടി കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് നമുക്കിങ്ങനെ വലുതായി കാണിച്ചു തരും, ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരും. സൂമിങ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ പേജ് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഡോക്യുമെൻറ്റിൽ എത്ര പേജ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 5 പേജ് ഉണ്ട്. അതിലെ ഫസ്റ്റ് പേജാണ്. നമുക്ക് ഓരോ പേജും നാവിഗേറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ അടുത്തടുത്ത പേജിലേക്ക് പോകാൻ പറ്റും, നാവിഗേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഇനി നമ്മൾ എത്ര കോപ്പീസ് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമുക്ക് ഒരു കോപ്പി മതിയെങ്കിൽ നമ്മളിവിടെ 1 കൊടുക്കും. 1 കൂടുതൽ കോപ്പി വേണമെങ്കിൽ ഒന്നെങ്കിൽ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ എത്ര കോപ്പി വേണമെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയും കോപ്പി പ്രിൻ്റ് ആവും. ഇവിടെയാണ് നമ്മൾ പ്രിൻ്റർ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രിൻ്ററും നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. നെറ്റ്വർക്ക് പ്രിൻ്റേഴ്സ് ഉണ്ടാവും, നമ്മുടെ ലോക്കൽ പ്രിൻ്റർ ഉണ്ടാവും, അതൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. എൻ്റെ ലാപ്ടോപ്പ് ഇപ്പം പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത് പ്രിൻ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പ്രിൻ്ററിലേക്ക് നമ്മൾ പ്രിൻ്റ് പോകും. കൂടാതെ നമുക്കിവിടെ PDF-ലേക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, XPS ഡോക്യുമെൻറ്റിലേക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, OneNote-ലേക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇത് ബേസിക്കലി നടക്കുന്ന ടെക്നിക്കലി പറയുകയെന്ന് വെച്ചാൽ ഇത് PDF-ലേക്ക് പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ PDF-ലേക്ക് സേവ് ആസ് PDF. നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ PDF ആയിട്ട് സേവ് ചെയ്യാം, XPS ഡോക്യുമെൻ്റായിട്ട് എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പ്രിൻ്റ് ടു PDF കൊടുക്കുമ്പോഴും സേവ് ആസ് കൊടുക്കുമ്പോഴും സെയിം സംഭവമാണ് നടക്കുന്നത്. അടുത്തത് നമുക്ക് ഏതൊക്കെ പേജ് പ്രിൻ്റ് ആവണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ സെറ്റിങ്സ് ഇവിടെ ഇതിൽ പോവാം. ഇതിലിപ്പം കാണിക്കുന്നത് ദ ഹോൾ തിങ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുഴുവൻ ഡോക്യുമെൻറ്റും പ്രിൻ്റ് ആവും. മുഴുവൻ ഡോക്യുമെൻറ്റും പ്രിൻ്റ് ആവുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സുകൾ മാറ്റം വരുത്താം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് സെലക്ട് ആയിരിക്കുന്നത്, ദ ഹോൾ പേജ്. അടുത്തതെന്ന് വെച്ചാൽ പ്രിൻ്റ് സെലക്ഷൻ. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രം പ്രിൻ്റ് ആവണം. ഇതിപ്പോൾ കാണിക്കുന്നില്ല കാരണം നമ്മളൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഡോക്യുമെൻറ്റിൽ പോവാം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് സെറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് കാണാം, പ്രിൻ്റ് സെലക്ഷൻ എന്നുള്ളത് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രം പ്രിൻ്റ് ആവും. അതല്ല നമുക്ക് കറണ്ട് പേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് പേജിലാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, ഏത് പേജാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ പേജാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ പേജിൽ മൗസ് പോയിൻ്റർ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രിൻ്റ് കറണ്ട് പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന പേജ് മാത്രം പ്രിൻ്റ് ആവും. ഈ പേജ് മാത്രം പ്രിൻ്റ് ആവും. അതിൽ കസ്റ്റം പ്രിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഏതൊക്കെ പേജ് പ്രിൻ്റ് ആണെന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പേജ്, 3rd പേജ്, 5th പേജ് മാത്രം പ്രിൻ്റ് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോമ സെപ്പറേഷനിൽ നമ്മൾ ഏതൊക്കെ പേജ് പ്രിൻ്റ് ആവണമെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജുകൾ പ്രിൻ്റ് ആവണം. അല്ലെങ്കിൽ നമുക്ക് 1 മുതൽ 3 വരെയുള്ള പേജുകളാണ് പ്രിൻ്റ് ആവണമെങ്കിൽ 1-3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള പേജുകൾ പ്രിൻ്റ് ആവും. 1 മുതൽ 3 വരെയുള്ള പേജുകളും കൂട്ടത്തിൽ 5ാമത്തെ പേജും പ്രിൻ്റ് ആവണമെങ്കിൽ 1-3, 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള പേജുകളും കൂടാതെ 5ാമത്തെ പേജും പ്രിൻ്റ് ആവും. നമുക്ക് ഇതേപോലെ പല രീതിയിൽ നമുക്ക് ഇവിടെ ഏതൊക്കെ പേജ് പ്രിൻ്റ് ആവണമെന്നുള്ളത് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഡോക്യുമെൻറ്റ് ഇൻഫോ എന്ന് വെച്ചാൽ ഡോക്യുമെൻ്റ് ഫയലിൻ്റെ പേര്, ഓതർ പേര്, ടൈറ്റിൽ ഇതൊക്കെ പ്രിൻ്റ് ആവണമെങ്കിൽ അതിനുള്ള ഡോക്യുമെൻ്റ് ഇൻഫോ പ്രിൻ്റ് ആണെങ്കിൽ നമുക്കിവിടെ അത് സെലക്ട് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് കുറച്ച് യൂസ്ഫുൾ ആകുന്നൊരു സംഭവമായിരിക്കും. ഓൺലി പ്രിൻ്റ് ഓഡ് പേജ്, ഓൺലി പ്രിൻ്റ് ഈവൻ പേജ്. പക്ഷേ നമ്മുടെ പ്രിൻ്റർ ഇപ്പോൾ 1 സൈഡ് മാത്രം പ്രിൻ്റ് ചെയ്യുന്ന പ്രിൻ്ററുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലി പ്രിൻ്റ് ഓഡ് പേജ് കൊടുത്തിട്ട് ഓഡ് പേജ് മൊത്തം പ്രിൻ്റ് ചെയ്യാം. അതിനുശേഷം പേപ്പർ മറിച്ചിട്ടതിന് ശേഷം ഓൺലി പ്രിൻ്റ് ഈവൻ പേജ് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ മറുവശത്ത് ഈവൻ പേജ് മൊത്തം പ്രിൻ്റ് ആയിട്ട് വരും. അങ്ങനെ 2 സൈഡ് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് കൊളേറ്റഡും അൺകൊളേറ്റഡും. നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനാണ്, കൊളേറ്റഡും അൺകൊളേറ്റഡ്. അൺകൊളേറ്റഡ് എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ 5 കോപ്പിയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിന് 5 പേജ് ഉണ്ട്. നമ്മൾ അൺകൊളേറ്റഡ് ആണ് എടുത്തതെങ്കിൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഫസ്റ്റ് പേജ് 5 പ്രാവശ്യം പ്രിൻറ്റ് ചെയ്യും, 5 കോപ്പി വരും. അത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് പേജിൻ്റെ 5 കോപ്പി വരും, പിന്നെ തേർഡ് പേജിൻ്റെ 5 കോപ്പി വരും, ഫോർത്ത് പേജിൻ്റെ 5 കോപ്പി വരും. അങ്ങനെ ഓരോ പേജിൻ്റെയും എത്ര കോപ്പിയാണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ അത്രയും കോപ്പി വരും. നമ്മളിത് മാറ്റിയിട്ട് കൊളേറ്റഡ് ആണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റിലെ മുഴുവൻ പേജുകളും ഒരു പ്രാവശ്യം പ്രിൻ്റ് ആവും. അതിനുശേഷം അടുത്ത സെറ്റായിട്ട് 1 മുതൽ 5 വരെ പേജുകൾ പ്രിൻ്റ് ആവും. പിന്നെ അടുത്ത സെറ്റായിട്ട് 1 മുതൽ 5 വരെയുള്ള പേജുകൾ പ്രിൻ്റ് ആവും. അത് നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് ഓരോ പേജും 5 കോപ്പി വെച്ചിട്ടാണ് വേണ്ടതെങ്കിൽ അൺകൊളേറ്റഡ് കൊടുക്കാം. അതിൽ നമുക്ക് ഓരോ ഡോക്യുമെൻ്റ് മുഴുവനായിട്ടും ഓരോ സെറ്റായിട്ട് ആണ് വേണ്ടതെങ്കിൽ നമ്മളത് ചെയ്യുക, കൊളേറ്റഡ് കൊടുക്കുക. അടുത്തതാണ് ഓറിയൻറ്റേഷൻ സെറ്റിങ്. നമുക്ക് പ്രിൻ്റ് വരേണ്ടത് പോർട്രേറ്റ് ആയിട്ടാണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ വേണ്ടതെന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ പേജ് സൈസ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മൾ A4ലേക്കാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ A4 സെലക്ട് ചെയ്യണം. ലെറ്റർ സൈസിലേക്കാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ലെറ്റർ സൈസ് പ്രിൻറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഏത് പേജ് സൈസിലേക്കാണോ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് മാർജിൻ സെറ്റിങ്സ് ഇവിടെ കൊടുക്കാം. അതേപോലെ അടുത്തത് ഒരു ഷീറ്റിൽ എത്ര പേജ് വേണമെന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പേജിൽ ഒരു ഷീറ്റ് വെച്ചാണ് നമ്മൾ ഡിഫോൾട്ടായിട്ട് വരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ 2 പേജ് പെർ ഷീറ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഷീറ്റിൽ നമ്മുടെ ഡോക്യുമെൻ്റ് 2 പേജ് പ്രിൻ്റായിട്ട് വരും. അതേപോലെ നമ്മൾ 4 പേജ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഷീറ്റിൽ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റിൻ്റെ 4 പേജും പ്രിൻ്റായിട്ട് വരും. നമുക്ക് പേപ്പർ ലാഭിക്കണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഒരു ഷീറ്റിൽ തന്നെ കൂടുതൽ പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ എണ്ണം ലാഭിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.